നീതിയെക്കുറിച്ചും ജനാധിപത്യ മര്യാദയെക്കുറിച്ചും വാദോരാതെ സംസാരിക്കുന്ന ആളാണ് ഓം ബിർള. പക്ഷേ പ്രത്യയശാസ്ത്രപരമായും ഇപ്പം ലഭിച്ചിരിക്കുന്ന കസേരയുടെ ആ ലഭ്യതയുടെ വഴിയും അദ്ദേഹത്തെ എല്ലാ അർത്ഥത്തിലും ഒരുതരം വാക്കിൽ നിന്ന് വിഭിന്നമായ അടിമത്തത്തിലേക്കാണ് നയിച്ചിട്ടുള്ളത്. ആ കസേരയിൽ ഇരിക്കുന്ന ആ പദവിയോട് ഒട്ടും നീതി പുലർത്താൻ അദ്ദേഹത്തിന് കഴിയില്ല എന്ന ആദ്യ ദിവസം തന്നെ അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചതാണ്. നമ്മൾ സ്വയം പ്രമേയം അവതരിപ്പിക്കുന്ന ഒരാളായി അവതരിച്ച ഓം ബിർളയുടെ രൂപവും ഭാവവുമൊക്കെ. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ചർച്ചയിൽ നിങ്ങൾ പ്രധാനമന്ത്രി മുന്നിലെത്തി ഷേക്ക് ഹാൻഡ് ചെയ്തപ്പോൾ വണങ്ങിയ കാര്യവും കുനിഞ്ഞ കാര്യവും താൻ ഷേക്ക് ഹാൻഡ് ചെയ്തപ്പോൾ നിവർന്നു നിന്ന കാര്യത്തിൻ്റെ വ്യത്യാസവും ഒരു സൂചനയായി കാണിച്ചത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം വളരെ വൈറലായി. അതിന് മറുപടികളും തർക്കങ്ങളുമായി പല മന്ത്രിമാരും രംഗത്തെത്തി. 8ഓളം മന്ത്രിമാരാണ് അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ രംഗത്തെത്തിയത്. സാധാരണ ഈ ഫുട്ബോൾ മത്സരത്തിൽ നല്ല ഫോമിൽ നിൽക്കുന്ന ആളിനെ 5, 6, 4 പേരൊക്കെ ചേർന്ന് മാർക്ക് ചെയ്യുക എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്, ബ്ലോക്ക് ചെയ്യുന്നത്. അതുപോലെയാണ് ബ്ലോക്ക് ചെയ്യാൻ ഇറങ്ങിയത്. പക്ഷേ എന്ത് ചെയ്യാനൊക്കും, ആ ദിവസം രാഹുലിൻ്റേതായതുകൊണ്ട് ഒരു ബ്ലോക്കിങ്ങും സാധ്യമായില്ല. മീൻ പിടിക്കാൻ പോകുമ്പോൾ വലയിൽ മുട്ടൻ തിമിംഗലങ്ങൾ കയറുന്ന അവസ്ഥയിൽ അത് വലയും പൊട്ടിച്ച് ബോട്ടും പിടിച്ചുകൊണ്ട് പോകുന്ന ഫോമിലായിരുന്നു രാഹുൽ. പിന്നെ ചെയ്യാൻ കഴിയുന്നത് എന്തായിരുന്നെന്നറിയോ? എക്സ്പഞ്ച് ചെയ്യുക എന്ന് വെച്ചാൽ പലതും നീക്കം ചെയ്യുക സഭാരേഖയിൽ നിന്ന്. ഇന്ന് മനോരമ വളരെ ഗംഭീരമായ ഒരു ആർട്ടിക്കിൾ അതിനെക്കുറിച്ച് എഡിറ്റോറിയൽ പേജിൽ എഴുതിയിട്ടുണ്ട്. മനോരമയെ അഭിനന്ദിക്കുന്നു. കുറേ കാലത്തേക്കെങ്കിലും നിശബ്ദമായിരുന്ന നിങ്ങളുടെ തൂലികകൾ വെളിച്ചത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടിയൊക്കെ ചലിക്കാൻ തുടങ്ങിയതിൽ അവരതിൽ പറയുന്നുണ്ട്, അങ്ങനെ നീക്കം ചെയ്യുന്നതിൻ്റെ യുക്തി, അങ്ങനെ നീക്കം ചെയ്യുന്നതിൻ്റെ ജനാധിപത്യ രീതി, ജനാധിപത്യ മര്യാദ. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി പിന്നീട് സഭയിൽ കയറുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: सच्चाई एक्सपंज हो सकती है मगर रियलिटी में सच्चाई एक्सपंज नहीं हो सकती है. जो मैंने कहना था मैंने कह दिया, वो सच्चाई है. ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. നരേന്ദ്രമോദിയുടെ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് സത്യത്തെ നീക്കാം, എന്നാൽ സത്യങ്ങളുടെ ലോകത്ത് നിന്ന് ഒരിക്കലും വാസ്തവത്തെ നിങ്ങൾക്ക് നീക്കിയെറിയാനാകില്ല എന്നാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. എന്നിട്ട് ആ എക്സ്പഞ്ച് ചെയ്യപ്പെട്ട ഭാഗങ്ങളും അദ്ദേഹം പങ്കുവച്ചു. ഇതൊക്കെയാണ് ആ ഭാഗങ്ങൾ. अपने आप को हिंदू कहते हैं, वो 24 घंटा हिंसा हिंसा हिंसा, नफरत नफरत नफरत, असत्य सत्य असत्य. आप हिंदू हो ही नहीं. आप बात समझिए. ये इसलिए चिल्ला रहे हैं क्योंकि तीर जाके दिल में लगा है, दिल में जाके तीर लगा है, इसलिए ये चिल्ला रहे हैं. देखो चुप हो गए. നിങ്ങൾ 24 മണിക്കൂറും ഹിന്ദുവാണെന്ന് പറയുകയും അസത്യവും അധർമ്മയും ഹിംസയും വിദ്വേഷവുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ ഹിന്ദുവാവും എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയത്. ആ ഭാഗം നീക്കം ചെയ്തു. പിന്നെ नरेंद्र मोदी जी पूरा हिंदू समाज नहीं है, बीजेपी पूरा हिंदू समाज नहीं है, आरएसएस पूरा हिंदू समाज नहीं है. ठेका नहीं है बीजेपी का. രണ്ടാമത് എക്സ്പെൻഡ് ചെയ്ത ഭാഗം ഇതാണ്: നരേന്ദ്രമോദി മുഴുവൻ ഹിന്ദുക്കളുടെയും പ്രതിനിധിയല്ല, BJP മുഴുവൻ ഹിന്ദുക്കളുടെയും പ്രതിനിധിയല്ല, RSS മുഴുവൻ ഹിന്ദുക്കളെയും പ്രതിനിധീകരിക്കുന്നില്ല. ആ ഭാഗവും സഭയിൽ നിന്ന് നീക്കം ചെയ്തു. പിന്നെ നീക്കം ചെയ്തത് വളരെ വിചിത്രമായൊരു ഭാഗമാണ്. അത് കേൾക്കാം. अदानी जी थे, अंबानी जी थे, मगर अयोध्या का कोई. अब मैं समझता हूं कि अदानी जी अंबानी जी जैसे लोगों को लिए किया गया. ആ ഭാഗവും നീക്കി. അതെന്താണെന്നറിയോ? അയോധ്യയിലെ ഉദ്ഘാടനത്തിന് അംബാനിയും അദാനിയും ഉണ്ടായിരുന്നു, സാധാരണക്കാരും നാട്ടുകാരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതും സഭാരേഖയിൽ നിന്ന് നീക്കി. അവരുടെ പേര് പറയുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് നീക്കിയതെന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ KC വേണുഗോപാലും അഭിപ്രായപ്പെടുകയുണ്ടായി. अग्निवीर यूज एंड थ्रो मजदूर मोदी जी बैठे हैं, मुस्कुराहट नहीं, सीरियस, नमस्ते भी नहीं करते. कहीं मोदी जी ना देख लें, प्रॉब्लम हो जाएगी. वही कहानी गडकरी जी की है. പിന്നെ നീക്കിയത് ഈ ഭാഗമാണ്. അത് വേറൊന്നുമല്ല, യൂസ് ആൻഡ് ത്രോ ആണ് അഗ്നിവീർ എന്ന് പറയുന്നത്. ആ പറഞ്ഞ ഭാഗവും എക്സ്പെൻഡ് ചെയ്തു. അപ്പം ചുരുക്കത്തിൽ പ്രധാനമായി ഉയർത്തിയ 4 സംഗതികളും സഭാരേഖയിൽ നിന്ന് സ്പീക്കർ നീക്കി. അതിൻ്റെ മറുപടിയായാണ് രാഹുൽ ആദ്യം പറഞ്ഞ വാക്കുകൾ സൂചിപ്പിച്ചത്.